إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فآمنوا بالله ورسوله والنور الذي أنزلنا والله بما تعملون خبير اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക പരിപാലകനായ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരമകാരുണികനായ റബ്ബ് നമ്മോടെല്ലാം കരുണ കാണിക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഇവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാണ് എന്ന ഒരു പരിചയപ്പെടുത്തൽ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കുകയുണ്ടായി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗസമ്പൂർണമായ ഒരു ജീവിതം, അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരൊന്ന് നന്നായി കാണണം, സ്വർഗത്തിന്റെ ആളുകളായി കാണണം എന്ന അതിയായ ആഗ്രഹം വെച്ചു പുലർത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റസൂലുള്ള തന്റെ അനുയായികളെ ഏറെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തിരിച്ചും സ്വഹാബത്ത് റസൂലുള്ളയെയും സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ അത്രമേൽ ഈ ഒരു ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ വിട പറഞ്ഞ് പരലോക ജീവിതം ആരംഭിക്കുന്നിടം തൊട്ട് നമ്മളുടെ രക്ഷയ്ക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും
വളരെയേറെ ത്യാഗം സഹിച്ചുകൊണ്ട് പഠിപ്പിച്ചു തന്ന ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിറവേറ്റിയായിരിക്കണം നമ്മൾ ഈ ഭൂമുഖത്ത് നിന്നും വിട പറയേണ്ടത്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിക വചനങ്ങളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയ പഠിച്ചിരിക്കേണ്ട ചില ബാധ്യതകൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി കൊണ്ട് അൽ ഈമാനു സ്വാദിഖു ബിഹി, ഒന്നാമതായി കൊണ്ട് പ്രവാചകനിലുള്ള സത്യസന്ധമായ വിശ്വാസമാണ് നമ്മളിൽ ഒന്നാമതായി റസൂലിനെ കുറിച്ച് ഓർക്കുമ്പോൾ, റസൂലിനെ നമ്മൾ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തത് സത്യസന്ധമായ ഒരു വിശ്വാസമായിരിക്കണം. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. ഫആമിനു ബില്ലാഹി വറസൂലിഹി, ഫആമിനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങൾ വിശ്വസിക്കണം. വന്നൂരില്ലദീ അൻസൽനാ, നാം അവതരിപ്പിച്ച പ്രകാശത്തിലും പരിശുദ്ധ ഖുർആനിലും വിശ്വസിക്കണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന്. ഇതേ രൂപത്തിൽ അള്ളാഹുവിലും അവന്റെ ദൂതനിൽ വിശ്വസിക്കണം, സത്യസന്ധമായ വിശ്വാസമായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചക വചനങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രൂപത്തിൽ അള്ളാഹുവിലും അള്ളാഹുവിന്റെ ദൂതനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കാത്തവൻ സത്യനിഷേധിയാണ്, കാഫിറാണ്, അവന്റെ സങ്കേതം നരകമാണ്. അതിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. വമൻ യുമിൻ ബില്ലാഹി വറസൂലിഹി, ആര് അള്ളാഹുവിലും അള്ളാഹുവിന്റെ ദൂതനിലും വിശ്വസിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും അത്തരത്തിലുള്ള സത്യനിഷേധികൾക്ക്, കാഫിറുകൾക്ക് വേദനയേറിയ നരകാഗ്നി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖബറിലേക്ക് എടുത്തു വെക്കുന്നിടം തൊട്ട് ആ ചോദ്യം നമ്മുടെ അടുക്കൽ ഉണ്ടാകുമെന്നാണ്. നിന്റെ ഇമാം ആരാണ്? നിന്റെ മുന്നിൽ നിന്ന് വഴി നടത്തിയത് ആരാണ്? നിന്റെ നബി ആരാണ്? ഓരോന്നായിക്കൊണ്ടും ഖബറിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമെന്ന്. അത് മാത്രവുമല്ല, ഒരു അടിമയായ ഒരു സ്ത്രീയെ മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ വിളിക്കുകയും ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് ചോദിക്കുന്നത് അയ്നല്ലാഹ്, അല്ലാഹ് എവിടെയാണ് എന്നാണ്. ആ സ്ത്രീ മറുപടി പറഞ്ഞു ഫിസ്സമാ, അല്ലാഹു ആകാശത്തിലാണെന്ന് മറുപടി പറഞ്ഞു. രണ്ടാമതായി ആ സ്ത്രീയോട് ചോദിക്കുന്നത് മൻ അന, ഞാൻ ആരാണ്? അതിന് ആ സ്ത്രീ മറുപടി പറഞ്ഞു അൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. ഈ രണ്ട് ഉത്തരം പറഞ്ഞപ്പോഴത്തേക്കും അവളെ സ്വതന്ത്രയാക്കുക, അവൾ മുഅ്മിനത്താണ്, അവൾ സത്യവിശ്വാസിനിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് സത്യസന്ധമായ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തഅതുഹു ഫീമാ അമറ, ആ റസൂൽ എന്താണോ കൽപ്പിച്ചത്, എന്താണോ നമ്മളോട് കൽപ്പിച്ചത്, ആ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുക എന്നത് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ബാധ്യതയാണ്. ഖുർആനിൽ അല്ലാഹു അങ്ങനെ തന്നെ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കണം. അത്തിഉല്ലാഹ വർ റസൂൽ എന്ന രൂപത്തിൽ പ്രയോഗിച്ച് കാണാൻ സാധിക്കും. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച്, നമ്മൾ അതിന്റെ എല്ലാ ആയത്തുകളിലേക്കും കടന്നു ചെല്ലാൻ നമുക്ക് കഴിയില്ല, സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ വചനങ്ങളിൽ ഈ പറയുന്ന അനുസരണം, അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പഠിപ്പിച്ച ആ ദൂതനെയും നിങ്ങൾ അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫത്തബിഊനി, എങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക. റസൂലുള്ളാഹി പറയുകയാണ്,
നിങ്ങൾ എന്നെ പിന്തുടരുക, എന്റെ പാതയെ നിങ്ങൾ പിൻപറ്റുക. യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാപമോചനം ആഗ്രഹിക്കുന്നവരെ, സ്വർഗം ലഭിക്കണമെന്ന് കൊതിക്കുന്നവരെ, നമ്മളോടുള്ള പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന ഇതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പിൻപറ്റി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കും, പാപമോചനം ലഭിക്കും. അതുവഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കാരണമാകും. അതല്ല കൽപ്പന ധിക്കരിക്കാനാണോ, കൽപ്പന ധിക്കരിക്കുന്നവരാണോ, കൽപ്പന ധിക്കരിക്കുന്ന അവസ്ഥയിലാണോ നമ്മൾ ഉള്ളത് എങ്കിൽ ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പനയെ തൊട്ട് ആരെങ്കിലും അതിന് എതിര് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ്. അവർ നന്നായി സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ്. അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം, അവരിൽ ഒരു ഫിത്ന ഉണ്ടാകുന്നതിനെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വമ്പിച്ച ശിക്ഷ അവരെ വന്ന് പിടികൂടുന്ന വിഷയത്തെ അവർ കാത്തിരുന്നു കൊള്ളട്ടെ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അത്തരത്തിൽ ആര് അതിർലംഘനം നടത്തുന്നുവോ അവർ അള്ളാഹുവിന്റെ അതിരുകളിൽ നിന്ന് വിട്ടുപോയവരാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം എന്ന മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു ചാടി പോകുന്ന അവസ്ഥയാണ് അവനുണ്ടാകുക എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, ധിക്കരിച്ചവൻ ഒഴികെ, അനുസരണക്കേട് കാട്ടിയവർ ഒഴികെ. ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമൻ യഅബാ, ആരാണ് ആ വിസമ്മതിച്ചവർ, ആരാണ് ആ വിസമ്മതം നടത്തിയവർ? ഖാല മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, ആര് എന്നെ അനുസരിച്ചോ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി, ആരാണോ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഫഖദ് അബാ, അവരാണ് വിസമ്മതിച്ചവർ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. നോക്ക് നിങ്ങൾ, സ്വഹാബത്ത് പ്രവാചകനെ പിൻപറ്റിയ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുത്തബിഉസ് സുന്ന എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പ്രവാചകന്റെ ഐച്ഛിക വിഷയങ്ങൾ, മതപരമായ അതല്ലെങ്കിൽ പിന്നെ പ്രവാചകന്റെ കാലടിപ്പാടുകളെ പോലും പിന്തുടരുവാൻ വേണ്ടി, അതല്ലെങ്കിൽ സഞ്ചരിച്ച പാതകളിൽ കൂടി കടന്നു പോകാൻ പോലും ഇഷ്ടപ്പെടുന്ന സ്വഹാബികൾ, ഒരു സ്ഥലത്തു കൂടി റസൂലുള്ള ഏത് രൂപത്തിലാണോ കടന്നു പോയത് ആ സ്ഥലത്തെത്തുമ്പോൾ അതുപോലെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്വഹാബത്ത്, അങ്ങനെ റസൂലിനെ പിൻപറ്റിയ സ്വഹാബത്തിനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹിജാബിന്റെ ആയത്തിറങ്ങുന്ന സന്ദർഭം നമുക്ക് കാണാം. സ്ത്രീകൾ അവരുടെ മാറിടം മറയുമാറ്, പിന്നെ മുകളിലേക്ക് ഉയർന്നു കിടക്കുന്ന വസ്ത്രം അവർ മറയായി സ്വീകരിക്കണം എന്ന ആയത്തിറങ്ങുന്ന സമയത്ത് അവിടെ സന്നിഹിതരായ സ്ത്രീകൾ അവരുടെ ധരിച്ചിരുന്ന ആ വസ്ത്രം, അതിന്റെ തലപ്പുകൾ കീറി അവരുടെ തല മറച്ചുകൊണ്ട് അവർ പോവുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നിങ്ങൾ പ്രവാചകന്റെ വചനത്തെ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ നോക്കും നിങ്ങൾ. അപ്പൊ ഇത്രത്തോളം റസൂലിനെ നമ്മൾ പിന്തുടരണം എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളെ നമ്മൾ സത്യപ്പെടുത്തണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന ഒരു നാമകരണം ലഭിക്കുന്നത് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യത്തെ സത്യപ്പെടുത്തിയതാണ്. ഏത്? ആ സമൂഹത്തിൽ ആരും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത ഒറ്റ രാത്രി കൊണ്ട് മലക്കിനോടൊപ്പം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഇസ്രാ മിഅ്റാജ് യാത്ര നമ്മൾക്ക് കേട്ടിട്ടുള്ളതാണ്. ആ യാത്രയെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോ സത്യനിഷേധികളായ ആളുകൾ അതിന്റെ പേരിൽ റസൂലുള്ളാഹിയെ കളിയാക്കുമ്പോ അത് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുക്കലേക്ക് ആ സത്യനിഷേധികൾ ചെന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹിയാണോ പറഞ്ഞത്? അള്ളാഹുവിന്റെ ദൂതനാണോ പറഞ്ഞത്? അത് സത്യമായിരിക്കും, യാതൊരു സംശയമില്ല എന്ന് സത്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, തന്നിഷ്ടപ്രകാരം അദ്ദേഹം ഒന്നും പറയുകയില്ല,
ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. കൃത്യമായും അദ്ദേഹത്തിന് ലഭിക്കുന്ന ബോധനം അത് അടിസ്ഥാനത്തിലല്ലാതെ തന്നിഷ്ടപ്രകാരം അദ്ദേഹം ഒന്നും പറയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ, റസൂലുള്ളാഹിയോട് നമുക്കുള്ള ബാധ്യതകളിൽപ്പെട്ട ഏറ്റവും വലിയൊരു ബാധ്യത അതാണ്. സത്യപ്പെടുത്തണം റസൂലിന്റെ നിർദ്ദേശങ്ങളെ, കൽപ്പനകളെ, വാക്കുകളെ. അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്നാണോ വിരോധിച്ചത് അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പറഞ്ഞതിനെ സ്വീകരിക്കാനും വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. അതും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. നിങ്ങളുടെ റസൂല് ഏതൊന്നാണോ നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുള്ളത് അതിനെ നിങ്ങൾ സ്വീകരിക്കണം. ഏതൊന്നാണോ നിങ്ങളിൽ നിന്നും വിരോധിച്ചിട്ടുള്ളത് അതിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന്റെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളുടെയും ഒരു പരിതാപകരമായ അവസ്ഥ സമൂഹത്തിന്റെ ഒഴുക്കിനൊപ്പം നീന്തിപ്പോകുന്ന ഒരവസ്ഥയാണ്. സമൂഹത്തിൽ വരുന്ന ബഹുഭൂരിഭാഗം ആളുകൾ എങ്ങനെയാണോ, അവർ വിശ്വാസികളാണോ അവിശ്വാസികളാണോ എന്നുള്ള ചിന്ത പോലുമില്ലാതെ അവരോടൊപ്പം ലയിച്ചു ചേരുന്ന ഒരു അപകടകരമായ വേദനാജനകമായ അവസ്ഥയിലേക്ക് നമ്മുടെ ഉമ്മത്ത് പോകുന്നത് കാണാൻ സാധിക്കും. വസ്ത്രധാരണത്തിന്റെ വിഷയം എടുക്കുമ്പോൾ പോലും നമുക്കറിയാം, അല്പം ബോധമുള്ള ആളുകൾ പോലും യഥാർത്ഥമായ ഇസ്ലാമിന്റെ ആദർശം പഠിച്ചു മനസ്സിലാക്കിയ നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും അവരുടെ മക്കളുടെ പെൺമക്കളുടെ വസ്ത്രധാരണ വിഷയത്തിൽ ശ്രദ്ധയില്ല. അവരുടെ ക്ലാസ് റൂമുകളിലോ അവരുടെ സ്കൂളിൽ പഠിക്കുന്ന മറ്റുള്ളവരുടെയൊക്കെ ആ ഒരു വസ്ത്രധാരണ രീതിയോട് ചേർന്ന് വരുന്ന വസ്ത്രങ്ങൾ ധരിപ്പിച്ച് പേരിന് തലയിൽ ഒരു തുണി ചുറ്റി അയക്കുന്ന വേദനാജനകമായ അവസ്ഥ നമ്മളുടെ ഇടയിലുണ്ട്. എന്തോ ഒരു ഭയം നമ്മളുടെയൊക്കെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭയപ്പെടുത്തൽ സമൂഹത്തിൽ പലരും നടത്തുന്നുണ്ട്. യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കുന്നവൻ തീവ്രവാദിയാണെന്നും ഭീകരവാദിയാണെന്നും ഒക്കെ ഒരു ചിത്രം സമൂഹത്തിൽ ഇങ്ങനെ തുറന്നു വിടുന്നുണ്ട്. അതിൽ പെട്ടുപോകലല്ല നമ്മൾ ചെയ്യേണ്ടത്. റസൂലുള്ള ഒന്ന് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയണം. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കലാണ് പുരുഷന്റെ വസ്ത്രം. താടി വളർത്തലാണ് ഇസ്ലാമിന്റെ ചിഹ്നമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ രൂപത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ ഇസ്ലാം ഒരു കൃത്യമായ ചട്ടക്കൂട് നമുക്ക് വലിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കണമെന്ന് റസൂലുള്ള കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നേരെ ചൊവ്വെ നിലയുറപ്പിച്ച് ഇസ്തിഖാമത്തോടുകൂടി നിൽക്കലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് ഈ പറയപ്പെടുന്ന വാക്കുകളിലൂടെയും വാചകങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. ഹറാമായ ഒരു സ്വർണ്ണമോതിരം ഒരു പുരുഷൻ നിഷിദ്ധമാണല്ലോ. ആ സ്വർണ്ണമോതിരം ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്ന ആ വ്യക്തിയോട് അതെടുത്ത് ദൂരെ കളയാൻ പറയുമ്പോ ആ ദൂരെ കളയുക മാത്രമല്ല, പിന്നീട് പറയുന്നത് അതെടുത്ത് നീ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്ക്, വീട്ടിലുള്ള സ്ത്രീകൾക്ക് കൊടുക്ക് എന്ന് പറയുമ്പോൾ പോലും ഇനി ഞാൻ അത് കൈകൊണ്ടെടുക്കില്ല എന്ന് പറയുന്ന സ്വഹാബത്തിന്റെ നിലപാടും ഇന്നത്തെ നമ്മുടെ നിലപാടും പ്രിയമുള്ളവരെ എത്ര അന്തരമാണ്. ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണണമെന്ന് കൃത്യമായിട്ടും നമ്മൾ ഈ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കേണ്ട ചില വിഷയങ്ങളാണ് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുമാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒന്നിനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആരാധനയായിക്കൊണ്ട്, അനുഷ്ഠാനങ്ങളായിക്കൊണ്ട് സ്വീകരിക്കണം. അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണമെന്നാണോ റസൂലുള്ള പഠിപ്പിച്ചത് അതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ആരാധിക്കണം. അതല്ലാത്ത രൂപത്തിലുള്ള യാതൊരു തരത്തിലുമുള്ള ആരാധനകൾ നമ്മുടെ വിശ്വാസത്തിൽ കടന്നു വരാൻ പാടില്ല. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ ബലിയും എന്റെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്ന് കൈകെട്ടി നമസ്കാരങ്ങളിൽ അടക്കം പറയുന്ന നമ്മൾ അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ നമ്മളുടെ ആരാധനകൾ, നമ്മളുടെ നേർച്ചകൾ, നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മുടെ തേട്ടങ്ങൾ
നമ്മളുടെ സഹായ അഭ്യർത്ഥനകൾ ഒന്നും ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ പാടില്ല എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അത് കൃത്യമായി കൊണ്ടും നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടത് തന്നെയാണ്. അതോടൊപ്പം റസൂലുള്ളാഹി പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു പ്രവർത്തിക്കാൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം നിർവഹിക്കുകയാണ്, ലൈസ അലൈഹി അംറുനാ, ആ വിഷയത്തിൽ നമ്മുടെ കൽപ്പനയില്ല എങ്കിൽ, ആ വിഷയത്തിൽ നമ്മളുടെ ഒരു നിർദ്ദേശമില്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ഹദീസുകളിലൂടെ പറഞ്ഞതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുത്തൻ ആചാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ പ്രചരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട്, അതിന്റെ ആഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പലരും പല കച്ചവടത്തിന്റെയും അക്കൗണ്ട് തുറന്നിട്ടുണ്ട്, പല രൂപത്തിലുമുള്ള അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് പിരിവുകളും പ്രവചനങ്ങളും റബീഉ എന്ന് പേരിട്ടുകൊണ്ട്, മീലാദ് എന്ന് പേരിട്ടുകൊണ്ട്, ഗ്രാൻഡ് മീലാദ് എന്ന് പേരിട്ടുകൊണ്ട് പലതരത്തിലുമുള്ള കച്ചവട പരിപാടികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. വിശ്വാസികൾ വഞ്ചിതരാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ. അത്തരത്തിലുള്ള പുത്തൻ ആചാരങ്ങൾ, ദീനിന് പരിചയമില്ലാത്ത, ഖുർആനിലില്ലാത്ത, റസൂലിന് പരിചയമില്ലാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദീനിലേക്ക് കടത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് പുത്തൻ ആചാരങ്ങളാണ്, അത് വഴികേടാണ്, അത് നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ബാധ്യത എന്താണെന്ന് തിരിച്ചറിയണം. റസൂലിനോടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ബാധ്യതകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു യഥാർത്ഥ വിശ്വാസി എന്ന നിലയിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബാധ്യതയെ സംബന്ധിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. നമുക്കറിയാം, നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു സാഹചര്യം മറ്റ് മതവിശ്വാസങ്ങളിൽപ്പെട്ട പലരുടെയും ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ പലതരത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജന്മദിനം അത് ആഘോഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളായ നമ്മളൊക്കെ എന്ത് ചെയ്യും? അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും. ആഘോഷിക്കാനും ഭക്ഷണം നൽകാനും മധുര വിതരണം നടത്താനും ഒക്കെ നമ്മൾ തയ്യാറായി. അതിനൊരു പുണ്യം എന്തെങ്കിലും റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റസൂലുള്ള ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ, സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ വിശ്വാസികളാണ്. എന്നാൽ അങ്ങനെയുള്ള യാതൊന്നും ആ വിഷയത്തിൽ ഇല്ല. അങ്ങനെ ഒരു ആഘോഷം തന്നെ ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ബഹുഭൂരിഭാഗം ആളുകൾ അതിനെ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പോലും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ മാറി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റു മതവിശ്വാസങ്ങളിൽപ്പെട്ട ആചാരങ്ങൾ നമ്മൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? അതിനോട് കൂടിക്കലരാൻ നമുക്ക് പറ്റുമോ? അതിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റുമോ? എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ പല രൂപത്തിലും ചേർത്ത് നിൽക്കാൻ നോക്കി. റസൂലിന്റെ ഇസ്ലാമിന്റെ പ്രബോധനം ഒന്ന് അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആ ഒരു ഒഴുക്ക് നിർത്താനും വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികളിൽപ്പെട്ട മുശ്രിക്കുകളായ ആളുകൾ റസൂലുള്ളാഹിയോട് പറയുന്നത്, റസൂലെ, ഒന്ന് ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിലേക്ക് നീ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് ചെരിഞ്ഞാൽ മതി, നീ ആരാധിക്കുന്നതിന് ഞങ്ങളും ആരാധിക്കാം, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിൽ നമുക്ക് പോകാം എന്നൊക്കെ ഏറ്റവും ചെറിയ രൂപം പോലും റസൂലുള്ളാഹിയോട് ആവശ്യപ്പെടുമ്പോൾ പോലും അല്ലാഹു തആല പറഞ്ഞെന്താ? അല്ലയോ സത്യനിഷേധികളെ, കാഫിരീങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ഒരിക്കലും ആരാധിക്കില്ല. കണിശമായ നിലപാട് ഇസ്ലാം അവിടെ പറയാം.
അങ്ങനെയാണെങ്കിൽ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ, അതിന് എന്തു പേരിട്ട് വിളിച്ചാലും, അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന് യോജിച്ച കാര്യമേ അല്ല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാരോട് ഇതുമായി ബന്ധപ്പെട്ട ആശംസകൾ അയക്കുന്ന കാര്യം, മറ്റുള്ളതൊന്നുമല്ല. അതിൽ പങ്കെടുക്കുകയോ അതിൽ പങ്കാളികളാവുകയോ അത്തരത്തിൽ നടത്തപ്പെടുന്ന കളികളിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുക ആവശ്യമല്ല ചോദിക്കുന്നത്. ആ ഒരു ആഘോഷത്തിന് ആശംസ അയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി, ആശംസകൾ പരസ്പരം അയക്കാൻ പറ്റുന്ന അനുവദനീയമായ ചില മേഖലകളുണ്ട്. അതായത് വിവാഹം നടക്കുന്ന സന്ദർഭം, അതല്ലെങ്കിൽ ഒരാൾക്ക് നല്ല വിജയം, നല്ല റിസൾട്ട് ഉണ്ടായി പരീക്ഷയിൽ, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം, അത്തരത്തിലുള്ള ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ അവരെ ആശംസിക്കുന്നതിനും അത്തരത്തിലുള്ള ആശംസാ വാചകങ്ങൾ കൈമാറുന്നതിനും പ്രശ്നമില്ല. മതപരമായ വിഷയത്തിലാണെങ്കിൽ അത് ഹൈന്ദവ സഹോദരങ്ങളുടേതാകട്ടെ ക്രൈസ്തവ സഹോദരങ്ങളുടേതാകട്ടെ ഏതു വിധത്തിലായാലും മതപരമായ ആഘോഷങ്ങളാണെങ്കിൽ അവിടെ അത്തരത്തിലുള്ള ഒരു ആശംസ പോലും അറിയിക്കാൻ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതെങ്കിൽ ബാക്കിയുള്ള വിഷയം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളുടെ സഹോദരങ്ങളാണ്, അവരോട് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടവരാണ്. സമൂഹത്തിൽ ഏതൊരു പ്രശ്നം വരുമ്പോഴും ആ പ്രശ്നത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടേണ്ടവർ തന്നെയാണ്. അവർ രോഗികളായാൽ, അവർ പട്ടിണി കിടന്നാൽ, അവർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ വന്നാൽ അവിടെയൊക്കെ സഹായിക്കേണ്ടതും ഇടപഴകേണ്ടതും ഒക്കെ ചെയ്യേണ്ടത് അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെയും മൂല്യത്തിന്റെയൊക്കെ ഭാഗം തന്നെയാണ്. പക്ഷെ മതപരമായ വിശ്വാസ രംഗത്ത് അത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇസ്ലാമിന്റെ പഠിപ്പിക്കുന്നില്ല. അത് അത്തരം ഒരു ആളുകളിലേക്ക് നമ്മൾ ചേർന്ന് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതൊരു ജനതയോടാണോ നമ്മൾ സാദൃശ്യപ്പെടുന്നത് ആ ഒരു ജനതയുടെ രൂപത്തിലേക്ക്, ആഘോഷത്തിലേക്കും സന്തോഷത്തിലേക്കും നമ്മൾ ചെന്നു ചേരുന്നത് അവർ അവരിലേക്കാണ് ചെന്നുപെടുന്നത് എന്ന റസൂലുള്ളാഹിയുടെ വാക്ക് വളരെ ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് അത്തരം ആഘോഷങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ, അത്തരം ആഘോഷങ്ങളിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സുള്ളവരാണ് എങ്കിൽ നമ്മളുവരെ സൂക്ഷിക്കുക. അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഒന്നാണല്ലോ കുഫർ എന്ന് പറയുന്നത്, സത്യനിഷേധം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ആഘോഷങ്ങളും ചേരുക എന്ന് പറഞ്ഞാൽ അതേ വെറുപ്പ് തന്നെയാണല്ലോ അള്ളാഹുവിനുണ്ടാകുക. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൂക്ഷ്മത പാലിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം ചില സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ചില സംഭവങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് വെച്ച് നടന്ന അപകടം, അള്ളാഹുവിന്റെ ഈ ദീനിനെ കുറിച്ച് നന്നായി പഠിച്ചു മനസ്സിലാക്കിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇതിനു മുമ്പ്, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആ കുടുംബത്തിലെ തന്നെ 7 ആളുകൾ ഇതുപോലെ അപകടത്തിൽ മരണപ്പെട്ട ഒരു കുടുംബവുമാണ്. നമുക്കറിയാം, ഒരുപാട് വേദനയിലായിരിക്കും ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരുണ്ടാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതവും പരലോക ജീവിതവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിലുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യ, മാതാവ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം മകൻ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രയാസത്തിലും വേദനയിലുമായിരുന്നു, ഗൾഫിലായിരുന്ന ആ മകനും കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. ഈ ആദർശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അടുത്തു നിൽക്കുന്ന ഒരു കുടുംബമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയ്ക്കും ആ സഹോദരനും ഒക്കെ പുറത്തു കൊടുക്കട്ടെ. അവരുടെ എല്ലാ വിധത്തിലുമുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് അവർക്ക് അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കുകയും അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ പല സഹോദരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട്. ആദർശ രംഗത്ത്, ഇസ്ലാഹി പ്രബോധന രംഗത്തൊക്കെ നിറഞ്ഞു നിന്നിരുന്ന പല സഹോദരങ്ങളും നമ്മളെ വിട്ടു പിരിഞ്ഞു പോകുന്നുണ്ട്. അതിൽ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ആ രൂപത്തിൽ മരണപ്പെട്ടു പോകുന്ന സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ഒക്കെ അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പലതരത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ അകപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം അവർക്കും നമുക്കുമൊക്കെ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമ്മുടെ ഭാര്യമാരിലും നമ്മളുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളുടെ ഉപജീവന മാർഗങ്ങളിലും കച്ചവടങ്ങളിലും ഒക്കെ അള്ളാഹുവെ നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ പട്ടിണി കൊണ്ടും പല വിധത്തിലുമുള്ള പ്രയാസങ്ങൾ കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കഴിയുന്ന നമ്മളുടെ സഹോദരങ്ങളുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ എല്ലാവിധത്തിലുമുള്ള നിഅ്മത്ത് കാരുണ്യം നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയിട്ടുള്ള പാപങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.